ഹലോ, നമ്മളിന്നൊരു അടിപൊളി കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചക്കര ചായ എന്നൊക്കെ പറയും. വളരെ ടേസ്റ്റിയാണ്. പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ചായയാണ് കേട്ടോ. ചുമയ്ക്കും ജലദോഷത്തിനൊക്കെ വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഞാനിവിടെ ചായപാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ, പട്ട ഞാനൊരു ചെറിയ കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് ഞാൻ ഒരു അര സ്പൂണോളം ഉണ്ടാവും. അതിങ്ങനെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ 2 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ ഇട്ട് കൊടുത്തതിന് ശേഷം വഴനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വഴനയില ഒരെണ്ണം. പിന്നെ ചുമയ്ക്കൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള പനിക്കൂർക്കയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പനിക്കൂർക്കയില ഇതുപോലെ ഒന്നിങ്ങനെ ഞെരടിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 തണ്ട് ഇതുപോലെ കഴുകി വെച്ചതാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തുളസി ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഞാനിവിടെ ഒരു 1.5 അച്ച് ശർക്കര ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ചക്കര ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ഞാനിവിടെ 2.5 ഗ്ലാസ്സോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊരു സാധനം കൂടെ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയാണ്. ചുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയും കൂടെ ഞാനൊരു ചെറിയ കഷ്ണം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പോകുന്നൊരു കഷ്ണമാണ്. അതിങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടി. ഇപ്പോൾ വൈകുന്നേരങ്ങളിലോ ഇടനേരങ്ങളിലോ ഒക്കെ ഈ തണുപ്പ് കാലത്ത് നമുക്കിത് കുടിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ടിത് ഇങ്ങനെ തിളച്ച് വരണം. നമ്മൾ ഈ ഇലകളിലുള്ള സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ നന്നായിട്ട് ഇതിനെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് കണ്ടില്ലേ, നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. ഇതിലൊട്ടും തന്നെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഈ ഏലക്കായും പിന്നെ പട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ആ ഒരു മണമൊക്കെ നല്ലോണം ഈ വെള്ളത്തിൽ വരുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വെട്ടി തിളപ്പിക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂണോളം ചായപ്പൊടിയാണ് കേട്ടോ. ചായപ്പൊടി ഞാൻ 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് ചായ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ പെട്ടെന്ന് ഓഫാക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് തിളച്ചപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു വല്ലാത്തൊരു മണം. അടുക്കളയൊക്കെ ഭയങ്കര ഒരു മണമായിരിക്കും കേട്ടോ ഈ ഒരു ചായ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് ചായ ഇവിടെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ചപ്പോൾ തന്നെ ഏലക്കായൊക്കെ നല്ലോണം ഇങ്ങനെ വലിപ്പം വെച്ച പോലെ തോന്നിയില്ലേ, അങ്ങനെ തിളച്ച് വരണം കേട്ടോ. ചായപ്പൊടി ഇടുന്നതിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി പിന്നെ നമ്മൾ ഓഫ് ചെയ്തിടുകയാണ് ചെയ്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരണേ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചായ അത്യാവശ്യം നല്ലോണം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുടിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു മണമാണ് കേട്ടോ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾക്കൊന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ചുമയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിലൊക്കെ 2 ദിവസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ഒരു സുഖമായിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് കുടിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ചായ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉള്ളൊരു ചായയാണ്, കട്ടൻ ചായയാണ് കേട്ടോ. ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഇതുപോലെ വൈകുന്നേരം കുടിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമായിരിക്കും തൊണ്ടയ്ക്കൊക്കെ. എല്ലാവരും ഇതുപോലെ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിലിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.